ഹേയ്, ഇത് രണ്ടുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയടോ. മാഡം, വരുൺ പറയുന്നത് ഞങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വാഹനങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഉണ്ടെന്നാ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സമ്മാനം വാങ്ങിച്ചേ പറ്റൂന്ന് മാഡം നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അത് വേറൊരു രീതിയിലാ തരേണ്ടത്. ഇവിടെ അടുത്തേ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവർക്ക് ഒരു ആംബുലൻസ് വേണം. ഞങ്ങൾക്ക് കാറ് വാങ്ങി തരാമെന്ന് പറയുന്ന അതേ തുക കൊണ്ട് മാഡം അവർക്ക് ഒരു ആംബുലൻസ് വാങ്ങി കൊടുത്താൽ മതിയാവും. ഇങ്ങനൊരു തീരുമാനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ ഇതിനേക്കാളും നല്ലൊരു കാര്യം വരുണിന് ചെയ്യാനില്ല. തീർച്ചയായിട്ടും ഇതൊരു ഗംഭീരമായ തീരുമാനം അല്ലേ ഫിദ? നന്നായി മക്കളെ. നിങ്ങൾ ആഡംബരങ്ങളിൽ ജീവിക്കുമ്പോഴും പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ. നാളെ തന്നെ ആംബുലൻസിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഏർപ്പാടാക്കാം. എന്റെ മക്കൾക്ക് വേണ്ടി നന്മയുള്ളൊരു കാര്യം ചെയ്തു എന്ന് എനിക്കും ആശ്വസിക്കാലോ. താങ്ക് യു മാഡം. ഞാനേ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറ്റാവുന്നവരൊക്കെ സഹായിക്കണമെന്ന്. നമ്മളെ കൊണ്ട് ആകാവുന്നതൊക്കെ ചെയ്യണം. പറ്റാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനാ ഇതിനൊക്കെ ശരിക്കും മുൻകൈ എടുക്കേണ്ടത്. ഇതുപോലൊരു അനാഥയായ ഞാൻ ഇത്രയും സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നില്ലേ? വേണ്ട, അനാഥ എന്ന വാക്ക് ഇനി പറയല്ലേ. ഞാൻ സമ്മതിക്കില്ല. ഞാനത് ഇയാളോട് പറഞ്ഞിട്ടുണ്ട് മാഡം. പക്ഷെ എന്താ കാര്യം, എത്ര പറഞ്ഞാലും ആ വണ്ടി അവിടെ നിന്ന് നീങ്ങത്തില്ല.